സുഹൃത്തുക്കളെ, കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ പുതിയ വീഡിയോയുമായി വന്നിരിക്കുന്നു. മുമ്പേയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലും ഇതേ കാര്യം കേൾക്കാം. കാരണം കുറെ ആയി ഞാൻ വീഡിയോയിൽ വന്നിട്ട്. ഓക്കെ, ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ വലുതൊന്നല്ല, ആദ്യത്തെ പോലെ ചെറിയൊരു, അധികം നീട്ടുന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കുമെങ്കിലും ഇതിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം പലരും ചിന്തിക്കുന്നത് യേശുക്രിസ്തു സ്നാനമേറ്റത് നമുക്കൊരു മാതൃകയായിട്ടാണ്, നമ്മൾ അവനെ കണ്ട് നമ്മളും സ്നാനമേൽക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്നാനമേറ്റതെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു അതിനു വേണ്ടിയിട്ടാണോ ശരിക്കും സ്നാനമേറ്റത്? അത് എന്തിനാണ് യേശുക്രിസ്തു സ്നാനമേറ്റത്? ഇപ്പോ നമ്മളും സ്നാനമേൽക്കുന്നത് യേശുക്രിസ്തു സ്നാനമേറ്റതുകൊണ്ട് നമ്മളും അതുപോലെ ചെയ്യണം, അതിനാണോ? ഇതിന് ബൈബിൾ എന്താണോ പറയണത് അത് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഓരോ വ്യക്തിയും ഈ പുതിയ ഉടമ്പടിയും കീഴിൽ സ്നാനമേൽക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38 പിന്നെ 22:16 എല്ലാം ഒരുപാട് വാക്യങ്ങളുണ്ട്. വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഓരോ വ്യക്തിയും എന്തിനു വേണ്ടിയിട്ടാണ് സ്നാനമേൽക്കുന്നത്. പാപമോചനത്തിനും പരിശുദ്ധാത്മാവെന്ന് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനും വേണ്ടിയാണ് ഇതിന് ഓരോ വ്യക്തിയും സ്നാനം. അതെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാപമോചനം വെക്കരുത്. കാരണം അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് പരിശുദ്ധാത്മാവെന്നുള്ള ദൈവം ക്രിസ്തു തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. പക്ഷെ പലരും അത് കാണുന്നില്ല. പക്ഷെ നമുക്ക് കാണാം, ആദ്യം സ്നാനം കഴിപ്പിച്ചുകൊണ്ട് വന്നത് ആരാണ്? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചുകൊണ്ട് വന്ന സ്നാനം ലൂക്കോസ് 3:3 വായിക്കുമ്പോൾ കാണാം, മാനസാന്തര സ്നാനം. അതായത് പാപങ്ങളുടെ മോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനമായിരുന്നു യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചുകൊണ്ട് വന്നത്. പക്ഷെ യേശുക്രിസ്തു സ്നാനമേറ്റത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോ സ്വാഭാവികമായിട്ടും നമുക്കാണെങ്കിലും ചിന്ത വരാം, ശരിയാണല്ലോ, യോഹന്നാൻ പറയണത് മാനസാന്തര സ്നാനത്തെയാണ്. ശരിയാണ്. പാപത്തിന്റെ 30 വയസ്സ് വരെ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോ സ്വാഭാവികമായി ചിലപ്പോ യേശു തന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് ആയിരിക്കാം സ്നാനമേൽക്കാൻ വേണ്ടി വന്നത്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ബൈബിള് വിപരീതമായി വരും. അതെ, 1 പത്രോസ് 2:21-22 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ യേശുക്രിസ്തു വന്നത് അവന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, പാപങ്ങളെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടല്ല യോഹന്നാന്റെ അടുത്തേക്ക്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു സ്നാനത്തിന് വന്നതെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒരു 3 പോയിന്റ് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തില് അവിടെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ തന്നെ പറയുന്നത് ഞാൻ എന്തിനാണ് വന്നത്. അതെ, യോഹന്നാൻ തന്നെ പറയുന്നു, യോഹന്നാൻ സ്നാപകൻ. പക്ഷെ ഇത് എഴുതുന്നത് യോഹന്നാൻ അപ്പോസ്തലനാണ്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോ യേശുക്രിസ്തുവിനെ അറിയാത്തോണ്ടല്ല, അവനെ ഞാൻ അറിഞ്ഞില്ല എന്ന് ശരിക്കുള്ള ആ ഒരു വാക്ക്, ഞാൻ അവനെ ഐ ന്യൂ ഹിം നോട്ട്, അതായത് ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ഹിം. അതായത് മറ്റുള്ളവരുടെ മുൻപിൽ അവൻ ആരാണെന്ന് യോഹന്നാൻ എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കണല്ലായിരുന്നു. അതായത് ഇസ്രായേൽ മക്കളോട് എല്ലാരോടും യേശു എന്ന് പറഞ്ഞ ആളുണ്ട്, അവനാണ് മശീഹ, അങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കായിരുന്നു. അല്ല, ഈ ഒരു കാര്യം പറയുന്നതിനേക്കാളും മുന്നേ യേശു വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്താണ് പറയണത്? അതെ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു വരുമ്പോഴാണ് ഇത് പറയണത്. ഈ ഒരു സ്നാനം ഏൽക്കുമ്പോഴുള്ള അതൊന്നും കണ്ടുകൊണ്ടല്ല. അതെ, അപ്പോ ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോ അതാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും അവൻ ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പോലും എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും സ്നാനം കഴിപ്പിപ്പാൻ വന്നത്? യേശുക്രിസ്തു ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് വേണ്ടി. കാരണം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 33-ാം വാക്യം, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. 33-ാം വാക്യം 1. അപ്പൊ നമുക്ക് കാണാം, യോഹന്നാൻ സ്നാപകൻ അത് ചെയ്തു കൊടുക്കുമ്പോ തന്നെ എന്താണ് കാണുന്നത്? അവിടെ സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വരുന്നു. അവിടെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇത് ചെയ്യുന്നത്, അല്ലെ? ഈ ഒരു കാര്യം യോഹന്നാൻ സ്നാപകൻ കണ്ട് മനസ്സിൽ വെക്കണേ? ഇത് അല്ല, ഇത് എല്ലാരോടും പറയണേണത്, ശിഷ്യന്മാരോടും. അങ്ങനല്ലേ? യോഹന്നാന്റെ ശിഷ്യനായ ആന്ത്രോസ്, പിന്നെ യോഹന്നാന്റെ ശിഷ്യൻ ആന്ത്രോസിന്റെ സഹോദരൻ പത്രോസ്, ഇവരെല്ലാരും മിശയെ കണ്ടെത്തി എന്ന് പറയും. കാരണം അവർക്കും എന്തറിയാം, പ്രവചനങ്ങള്, യേശുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ അറിയുന്നവരാണ്. യോഹന്നാന്റെ ശിഷ്യനായിരുന്നു അപ്പോസ്തലനായ യോഹന്നാൻ പോലും. മനസ്സിലായി? അവര് രണ്ടുപേരും, അന്ത്രയോസും യോഹന്നാനും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
അപ്പോ അവരുടെ ആദ്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ പുറകെ പോയത് ഇവരാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടതനുസരിച്ച്. പിന്നെ ഇത് മാത്രമാണ് അല്ല, പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട അടുത്തൊരു കാര്യം, അതിനു മുമ്പ് മത്തായി 3 അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യാണ്. കാരണം യേശുവിന്റെ അടുക്കല് യോഹനാന്റെ അടുക്കല് യേശു സ്നാനം ഏൽക്കുവാനായിട്ട് വന്നപ്പോ യോഹനാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യോഹനാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം. യേശു വന്നപ്പോ യേശുവിനെ വിലക്കാണ്. കാരണം നിന്നാൽ സ്നാനം ഏൽക്കുന്നത് എനിക്ക് ആവശ്യം. അപ്പോ പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. മറിച്ച് യേശു പറയുന്ന കാര്യം, യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. യോഹനാനോട് പറയുന്നതാണ്, ഇപ്പോൾ സമ്മതിക്ക്, ഇനി ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. കാരണം ദൈവത്തിന്റെ പ്ലാനാണ് ഈ ഒരു കാര്യം ചെയ്യണം. ഇപ്പോ പഴയ നിയമത്തില് പുരോഹിത ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അപ്പാടെ അങ്ങനെ കയറി ചെന്ന് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ പറ്റില്ല. കാരണം പഴയ നിയമത്തിൽ മഹാപുരോഹിതനുണ്ട്, പുരോഹിതനുണ്ട്. യേശുക്രിസ്തു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വന്ന മഹാപുരോഹിതൻ എന്നാണ് ബൈബിളിൽ കാണുന്നത്. മെൽക്കിസദേക്ക് ആരാണെന്നും ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഒരു വീഡിയോയിൽ. ഓക്കെ, നിങ്ങൾക്ക് അതെല്ലാം പോയി പരിശോധിച്ചു നോക്കാം. അപ്പൊ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വന്ന മഹാപുരോഹിതൻ എന്ന നിലയ്ക്ക് യേശുക്രിസ്തുവിന് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ എന്താണോ ചെയ്തിരുന്നത് അതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടതായിരുന്നു. കാരണം പഴയ നിയമത്തില് ഒരുപാട് നിഴലുകളുണ്ട്, അതായത് യഥാർത്ഥമായ കാര്യങ്ങളുടെ നിഴലുകൾ. അപ്പൊ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ സമാഗമന കൂടാരത്തിലോ അല്ലെങ്കിൽ ഈ ദൈവാലയത്തിന്റെ അകത്തോ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുൻപ് അവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 29:7. പിന്നെ അഭിഷേക തൈലം എടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം. മഹാപുരോഹിതനോട് ചെയ്യുന്ന കാര്യമാണ് അവൻ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. എന്താണ് അവന്റെ ശുശ്രൂഷ? പാപപരിഹാരം. അതായത് ജനത്തിനു വേണ്ടി യാഗം കഴിക്കുക, ആ യാഗത്തിന്റെ രക്തം എടുത്തുകൊണ്ടുപോയി അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിക്കുക. അതായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നമുക്ക് അറിയാലേ, എന്താണ് നമ്മളുടെ സകല മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പ്രാശ്ചിത്തമാവാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ആരാണ് അവനെ അർപ്പിച്ചത്? സ്വയം. അതെ, സ്വയം നമുക്ക് വേണ്ടി നൽകാണത്. ആ രക്തം സ്വർഗത്തിൽ തളിക്കുന്നത്. അതെല്ലാം നമ്മൾ കൂടുതലായിട്ട് വചനം എബ്രായ ലേഖനെല്ലാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഈ ഒരു കാര്യം ദൈവം നമുക്ക് മനസ്സിലാവാൻ ഓരോ വ്യക്തികളിലൂടെ എഴുതിയത്. അതെ. പിന്നെ അടുത്തൊരു കാര്യം, ഇത് നമുക്കും ഒരു ഉദാഹരണമാണ്. ഇന്ന് സ്നാനം ഏൽക്കുമ്പോൾ ദൈവം പറയണം, എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം യേശു ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്. പിന്നെ എന്തിനാണ് പ്രാവ് എന്ന് പോലെ? പക്ഷേ അത് ഇസ്രായേൽ ജനത്തിനും ഇന്ന് നമുക്കും അത് മനസ്സിലാക്കണം. അതെ. കാരണം സ്നാനത്തിൽ ദൈവം നമ്മൾ വസിക്കാണ് ചെയ്യുന്നത്. അതെ. പിന്നെ അവര് പറഞ്ഞ കാര്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗലാത്യർ 3:27 വായിക്കുമ്പോൾ കാണാം, ഒരുത്തൻ സ്നാനമേൽക്കുമ്പോൾ, അതായത് പാപങ്ങളുടെ മോചനത്തിനായും പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനത്തിനായും. യഥാർത്ഥ ഉദ്ദേശം അതായിരിക്കണം. അല്ലാതെ പാപങ്ങളുടെ മോചനം മാത്രമല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനത്തിനായും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കാൻ, യേശുക്രിസ്തു ഉള്ളിൽ വസിക്കുവാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യർ 3:27, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അവന്റെ ആരാണ്? പ്രിയപുത്രൻ, ഇവനെ ഞാൻ ജനിപ്പിച്ചു, അതായത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അവരോട് പറഞ്ഞേ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി, അല്ല, നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഓ, പരിധിച്ചു, ഇതെന്താണ്? ഞങ്ങൾ ഓൾറെഡി യോഹന്നാനാൽ മാനസാന്തരത്തിന്റെ ഒരു സ്നാനം എടുക്കുന്നവരല്ലേ. ഒരുപാട് പരീശന്മാരും സദൂക്യന്മാരും പോലും വന്നിട്ടുണ്ടായിരുന്നു യോഹന്നാന്റെ. പക്ഷേ യോഹന്നാന്റെ സ്നാനത്താൽ ആ ഒരു പ്യുവറായുള്ള കോൺഷ്യസ് കിട്ടും? ഇല്ല. ക്രിസ്തുവിന്റെ രക്തമാണ് നമുക്കിന്ന് ആ ഒരു ധൈര്യത്തോടെ ദൈവത്തെ ശുശ്രൂഷ വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത്. നമുക്ക് ധൈര്യത്തോടെ ദൈവത്തോട് ആ ഒരു ശുശ്രൂഷ ചെയ്യാം. എബ്രായർ 10:22 വാക്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. അപ്പോ അവരങ്ങനെ ചിന്തിക്കേണ്ട വന്നിട്ടില്ല. അവർക്ക് മനസ്സിലായി, ഞാൻ എന്റെ പാപത്തിന്റെ മോചനത്തിനും പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി സ്നാനം എടുക്കണം. കാരണം സ്നാനം എന്താന്നുള്ളത് പോലും അവർക്കറിയാം. ദൈവം ഓരോ കാര്യങ്ങളും ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് വളരെ ക്രമമായ രീതിയിലാണ്. അതെ. അപ്പോ അത് നമ്മളുടെ ഗുണത്തിന് വേണ്ടിയാണ്. അതെ.
അതായത് അപ്പോസ്തല പ്രവൃത്തി 19:1-5 വരെയും വായിക്കുമ്പോൾ ഇതേ കാര്യമാണ് നിങ്ങൾ കാണുന്നത്. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനമേറ്റ ശിഷ്യന്മാർ അവിടെ വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം യോഹന്നാന്റെ സ്നാനത്തിൽ ആരില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ആരാണ്? യേശുക്രിസ്തു അന്ന് ഭൂമിയിൽ നിൽക്കുകയാണ്. യോഹന്നാൻ തന്നെ അവിടെ പറയുന്നുണ്ട് പൗലോസ്. യോഹന്നാൻ തന്നെ എന്താണ് പറഞ്ഞത്? തന്റെ പിന്നാലെ വരുന്നവനെ വിശ്വസിക്കുക. അതാണ് യോഹന്നാൻ ഈ ഭൂമിയിൽ വന്നത് പോലും യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അത് ദൈവത്തിന്റെ ആ ഒരു നീതി നിവർത്തിക്കാൻ വേണ്ടി. അതെ, യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞെന്താ? എല്ലാം നിവർത്തിയായി. സകല അവനെ കുറിച്ചുള്ള പ്രവചനങ്ങളും യോഹന്നാൻ സ്നാപകനും അവനെ കുറിച്ചുള്ള പ്രവചനങ്ങളും എല്ലാം നിവർത്തിയാക്കാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരും അതായത് വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്കത് കാര്യമാക്കി എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷെ വാസ്തവമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ വചനം വെച്ച് പരിശോധിക്കാം. കാരണം ഇവിടെ പറയുന്ന കാര്യം ഒരിക്കലും അവിടെ വിപരീതമായത്. അതെ, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇത് നിങ്ങൾക്ക് വളരെയധികം സഹായകരമാകട്ടെ. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. താങ്ക് യു.